ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ വീട്ടിൽ കുബൂസ് നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ്. അതേപോലെ തന്നെ ഞാനിവിടെ ഇന്ന് വീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ കുബൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒട്ടും മൈദ ചേർക്കാതെയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കുബൂസ് പോലെ തന്നെ നമുക്ക് ഇത് വീട്ടിലും തയ്യാറാക്കാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. ഈ ചൂടുള്ള പാലിൽ നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊന്താൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലപോലെ നമുക്ക് പൊന്തി കിട്ടും. ഇത് പൊന്തിയതിന് ശേഷം മാത്രം നമ്മൾ ബൗളിലേക്ക് മാവൊക്കെ ഇട്ടിട്ട് നമുക്ക് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് മൂടി വയ്ക്കുകയാണ്. ഇനി നമുക്ക് 10 മിനിറ്റിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ചക്കി ഫ്രഷ് ആട്ടാന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്ന ഗോതമ്പ് മാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 2 കപ്പ് മാവിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു ചെറു ചൂടുവെള്ളമാണ് എടുക്കുന്നത്. നല്ലപോലെ തിളച്ച വെള്ളമല്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ചൂടാകാൻ വെക്കുകയാണ്. ഏകദേശം നമുക്ക് ഈ 1/4 കപ്പ് വെള്ളത്തോളം ഫുള്ള് ആവശ്യം വരില്ല. നമുക്ക് ഈ 2 കപ്പ് മാവിലേക്ക് 1/4 കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത്രയും ഒന്നും ആവശ്യം വരില്ല, കുറച്ചൊന്ന് ബാക്കിയാവും. എന്നാലും നിങ്ങളൊരു 1/4 കപ്പ് വെള്ളം തിളപ്പിക്കുക. അത് നിങ്ങൾ എടുക്കുന്ന മാവിൻ്റെ ഒരു രീതി അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് 1/4 കപ്പ് വെള്ളം ആവശ്യം വരും. ഇനി ഞാൻ ഈ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാനിവിടെ 1 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് ചേർത്തിട്ട് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ വെള്ളം ഇവിടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒലിവ് ഓയിലൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ആ വെള്ളത്തിൽ വെച്ചിട്ട് ഈ മാവ് കുഴയ്ക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വെള്ളം ഇനി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മാവിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒന്നാകെ നമ്മൾ ഈ 1/4 കപ്പ് വെള്ളം ഒന്നാകെ ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഈസ്റ്റ് പൊന്തിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ഇപ്പോൾ നല്ലപോലെ പൊന്തിയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒലിവ് ഓയിലൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒലിവ് ഓയിൽ ഞാൻ ആ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തു. പിന്നീട് ഞാൻ ഇതിൽ ഒലിവ് ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ കുറച്ചും കൂടിയും ഓയിൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാണ്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒലിവ് ഓയിൽ ഒഴിച്ചപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ കയ്യുമ്മലൊക്കെ ഈ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കയ്യുമ്മ കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. മാവ് ഒട്ടിപ്പിടിക്കാണ്ട് നമ്മൾ കൈമന്ന് ഒക്കെ ഒന്ന് വിട്ടൊന്ന് പോരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ കുഴയ്ക്കണ സമയത്ത് മാത്രം ഒന്ന് വേണമെങ്കിൽ കൈമൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇനി നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കയ്യുമ്മ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണ്. നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ട് ചുരുങ്ങിയത് ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് മൂടി വെക്കാം. പിന്നെ ഇതേപോലെ തന്നെ മൈദ വെച്ച് ചെയ്യണമെന്നുള്ളവർക്ക് മൈദ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഗോതമ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് കൊണ്ട് ഫുള്ള് ഗോതമ്പ് വെച്ചിട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പം ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം എടുത്തപ്പോൾ ഇത്രയും വെള്ളം എനിക്ക് ബാക്കിയുണ്ട് കേട്ടോ. ഇനി ഇത് 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ഒന്നും കൂടിയും ഒന്ന് കുഴച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് പൊന്തിയിട്ടുണ്ട് ഇത്. ഇനി 2 മണിക്കൂറിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി, ഒരുപാട് നേരം ഇട്ടിട്ട് കുഴയ്ക്കേണ്ട. അതിനുശേഷം നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമുക്ക് ഇത് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കുന്നത് വേറൊന്നിനുമല്ല, നമുക്ക് ഇത് ആവശ്യത്തിനുള്ള ഓരോരോ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം. നമുക്ക് പരത്താനുള്ള ഓരോരോ പീസാക്കിയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഈ 2 കപ്പ് മാവ് എടുത്തപ്പോൾ എനിക്കൊരു 11 കുബൂസിനുള്ളതാണ് കിട്ടാറുള്ളത്. 2 കപ്പ് മാവിനുള്ളത് ഞാനൊരു ചെറിയ കുബൂസാണ് ഉണ്ടാക്കിയെടുക്കാറ്. സാധാരണ വലിയ കുബൂസ് ഞാൻ ഉണ്ടാക്കാറില്ല. അതുകൊണ്ടാണ് എനിക്ക് 11 എണ്ണത്തിന് കിട്ടുന്നത്.
നമ്മളിപ്പോൾ വലിയ ടൈപ്പ് കുബൂസാണ് ഉണ്ടാക്കിയെടുക്കണതെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് 11 തികയില്ല കേട്ടോ. ഒരു 7-8 നമുക്ക് ഈ 2 കപ്പ് മാവ് തികയുള്ളൂ. ഇനി നമുക്ക് ഓരോരോ പീസുകളായിട്ട് നമ്മൾ മുറിച്ചെടുത്തില്ലേ, ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഒരു പീസ് മാത്രം നമ്മളുടെ ഈ ചപ്പാത്തി പലകയിൽ വെച്ചാൽ മതി. നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ മൂടി വെക്കണം. നമ്മൾ ഓരോന്ന് എടുക്കുന്ന സമയത്ത് മാത്രം മൂടി തുറന്നാൽ മതി, അല്ലെങ്കിൽ ഇത് വേഗം ഡ്രൈ ആയി പോവും, നമുക്ക് വേണ്ടത്ര രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി ചെയ്യുന്ന പോലെ തന്നെ ചപ്പാത്തി പലകയിൽ വെക്കുക. നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഈ ഒന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ശരിയാക്കിയിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നല്ല തിന്നായിട്ട് പരത്തണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കുക. അധികം തിന്നായിട്ട് പരത്തേണ്ട കാര്യമില്ല കുബൂസ് ആയതുകൊണ്ട്. ഇനി നമ്മൾ എല്ലാനും ഇതേപോലെ തന്നെ പരത്തി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ചുട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. നമ്മൾ ഓരോന്ന് പരത്തുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും, യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ ഞാൻ എല്ലാം പരത്തിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാനിവിടെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധികം കനം കുറച്ച് പരത്തണ്ട, എന്നാൽ അധികം കനത്തിലും പരത്താൻ പാടില്ല. ആ ലെവലിൽ നമ്മളിത് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ പാൻ സ്റ്റവിൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മറിച്ചിടാം. അതിനുശേഷം ആ സൈഡ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി മറിച്ചിടുക. അങ്ങനെ 2 വട്ടമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമ്മൾ ചുട്ടെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ 2 ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഭാഗം നല്ല പോലെ പൊളച്ച് വരും. നല്ലപോലെ പൊളച്ച് വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. എല്ലാവരും അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടതിനും അതേപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം.